ജാസ്മിൻ പുറത്ത് പേടിക്കണ്ട, എവിറ്റഡ് പുറത്തല്ല. ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് കൊക്കരക്കോ വട്ടം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കുറുക്കനുണ്ട് പുറത്ത്. കുറുക്കൻ ഋഷിയാണ്. പുറത്തേക്ക് കുറുക്കൻ പിടിക്കാതെ കൂട്ടിലോട്ട് പോകുന്നു. അങ്ങനെ കൂട്ടിലോട്ട് പോകുന്ന ആ ടാസ്കിൽ നോറയും ജാസ്മിനാണ് പുറത്തായത്. അപ്പോൾ ഇതേപോലെ കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു, ശോഭയും ഒക്കെ ഉള്ള സമയത്ത്. അതിങ്ങനെ കൂട്ടിലോട്ട് പോകുന്നതല്ല, വട്ടം വരച്ച് ഒരു നമ്പർ പറയും, ന്യൂമറിക് നമ്പർ പറഞ്ഞിട്ട് ആ നമ്പറിലോട്ട് നമ്മൾ ഓടിപ്പോകണം. അപ്പോൾ ചിലതൊക്കെ ചെറിയ നമ്പർ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിൽക്കാൻ 5-6 പേര് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ആ സമയത്താണ് ശിവചേട്ടനായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്നത് ശോഭ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിലായപ്പോഴേക്കും നാദിറ മാക്സിമം അത് പിടിച്ചു, ശോഭയെ മാക്സിമം പിടിച്ചു. പിന്നെ എൻ്റെ ആയപ്പോഴേക്കും ശോഭയും നമ്മുടെ മാരാരും വിഷ്ണു ആണെന്ന് തോന്നുന്നു ഇങ്ങനെ എടുത്ത് എറിഞ്ഞ് തലകുത്തി വീഴേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഫിസിക്കലി ഹെവി ടാസ്ക് വളരെ കുറവാണ്. റോക്കി ആയിട്ടുള്ള സിജു ആയിട്ടുള്ള പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ടാസ്ക് ഭയങ്കര കുറവാണെന്നാണ് തോന്നുന്നത്, ഹെവി ടാസ്ക് കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പം ലൈക്ക് ഇപ്പോഴും ടാസ്ക് വൈസ് കാര്യങ്ങൾ, ഇനിയിപ്പോൾ ടിക്കറ്റ് ഫിനാലെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ ഉർവശി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ഫിലിം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്തവണ BB6 ആൾക്കാർക്ക് 2 പേരെയാണ്, ദിലീപേട്ടനെ ഉർവശിയും കാണാനുള്ള, ഉർവശി ചേച്ചിയും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ കൊക്കരക്കോ ടാസ്കിൽ ജാസ്മിൻ ഔട്ടായേക്കാണ്. ഋഷി എന്നുള്ള കുറുക്കൻ ജാസ്മിനെ എന്ന കോഴിയെ പിടിച്ച് ഔട്ടാക്കി.